ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അവരുടെ ലൈഫിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് പുതിയ തലമുറ അവരെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു അനാലിസിസാണ് സിനിമ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തെ സമഗ്രമായി അവരുടെ വളർച്ച, ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ വളർച്ച, അവരുടെ ഭൂതകാല ജീവിതം ഒക്കെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ആരെയാണ് ഇവർ ചീത്ത വിളിക്കുന്നതെന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ജനങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് മേക്കിങ്ങിൽ കൂടെ അങ്ങനെ ഒരു പൊളിറ്റിക്സ് വരികയാണ്. സിനിമ പൊളിറ്റിക്സ് പറയുന്നതിനോടൊപ്പം സിനിമ നിർമ്മിക്കുന്നത് ഒരു പൊളിറ്റിക്കലായ രീതിയിലൂടെയാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയയായ നാഗസൈരന്ധ്രി ദേവിയെ കേന്ദ്രമാക്കി പുതിയ സിനിമ പുറത്തിറങ്ങുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ അഭിലാഷ് ബാബുവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സോഷ്യൽ സാമി എന്ന പേരിലാണ് സിനിമ പുറത്തിറങ്ങുന്നത്. നിരവധി സമാന്തര സിനിമകൾ പുറത്തിറക്കി ശ്രദ്ധേയനായ ആളാണ് ഡോക്ടർ അഭിലാഷ് ബാബു. ഇത്തവണ ദിവ്യരാജ് എന്ന നാഗസൈരന്ധ്രി ദേവിയെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് സിനിമ പുറത്തിറക്കുന്നത്. അഭിലാഷ് ബാബു ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഇങ്ങനെയൊരു സിനിമ പുറത്തിറക്കാൻ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരമാണ് നാഗസൈരന്ധ്രി ദേവി. അവരെ വെച്ച് ഒരു സിനിമ എന്താണ് താങ്കളുടെ പ്രചോദനം? ഇത് നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ എൻ്റെ 4ാമത്തെ സിനിമയാണ്. അപ്പോൾ അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്താണ് നാഗസൈരന്ധ്രി ദേവി എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ദിവ്യരാജിനെ കേന്ദ്രമാക്കി അവരുടെ ലൈഫിനെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ്. അപ്പോൾ അതൊരു സാധാരണഗതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ മെറ്റീരിയലായിട്ടോ തമാശയായിട്ടൊക്കെയാണ് പുള്ളിക്കാരി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കൾട്ടായി അവർ മാറുന്നത് എന്നും അതിൻ്റെ ഒരു സന്യാസത്തിൻ്റെ വേറൊരു രൂപമാണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്, പിന്നെ എങ്ങനെയാണ് പുതിയ തലമുറ അവരെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആ രീതിയിലുള്ളൊരു അനാലിസിസാണ് സിനിമ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു ജീവിതം, ഇതുപോലെ പല കാലങ്ങളിൽ ഇതുപോലുള്ളൊരു സന്യാസ ജീവിതവും ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ സന്യാസത്തെ എങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്നൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ്. അങ്ങനെയുള്ള ഒരു ഫീച്ചർ ലെങ്തുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് വരുന്നത്. ഒരു വ്യത്യസ്തമായൊരു സബ്ജക്റ്റ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും പഴയ സിനിമയുടെ ഒരു ആവർത്തനം ആകാതിരിക്കാനായിട്ടുള്ളൊരു ശ്രമം ബോധപൂർവം കൂടി ഞാൻ നടത്താറുണ്ട്. അപ്പോൾ അത് പുതിയൊരു സബ്ജക്റ്റ് കണ്ടെത്തിയത് ആണ് അങ്ങനെ. അപ്പോൾ ആ രീതിയിലാണ് സോഷ്യൽ സ്വാമി എന്ന് പറയുന്നൊരു സിനിമ പുറത്തു വരുന്നത്. ഈ ദിവ്യരാജ് പറയുന്ന ഓരോ ഡയലോഗുകളൊക്കെ സിനിമയിൽ വരാറുണ്ട്, പ്രതിപാദിക്കാറുണ്ട്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സിനിമകളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഇങ്ങനൊരു സബ്ജക്റ്റ് സ്വാഭാവികമായിട്ടും നാഗസൈരന്ധ്രി ദേവി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നമ്മൾ നടത്തുമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ത്രൂ ഔട്ട് അവരുടെ ഒരു ചാനലുണ്ട്. ആ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ അതിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അതിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്, അതെല്ലാം നമ്മൾ സശ്രദ്ധം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് മറ്റ് മീഡിയകളിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ 2 കൊമേഴ്ഷ്യൽ സിനിമകളിൽ അവരുടെ ഡയലോഗുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോയും സൗണ്ടും ഉപയോഗിച്ച്, അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ക്രൂ സംസാരിക്കുന്നു, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ സംസാരിക്കുന്ന ക്ലിപ്പുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സിനിമയിൽ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു ജീവിതത്തെ സമഗ്രമായി അവരുടെ വളർച്ച, ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ വളർച്ച, അവരുടെ ഭൂതകാല ജീവിതം ഒക്കെ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവരെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പഠനം സിനിമയ്ക്ക് മുമ്പ് നിലവിൽ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിന് മുമ്പായിട്ട് തന്നെ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു പോർഷനാണ് അതിലൊരു പ്രധാനപ്പെട്ട സംഗതി. അത് 2 ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കൂടുതലും അവരെ പറ്റി നെഗറ്റീവ് കമൻറ്റുകളൊക്കെയാണ് വരുന്നത്. അവർ അത്തരത്തിലുള്ള ഭാഷയും ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങളൊരു സിനിമ ഇറക്കുമ്പോൾ, ഇത്തരത്തിലൊരു സിനിമ ഇറക്കുമ്പോൾ അത് ഒരു വെല്ലുവിളിയായി മാറിയില്ല? നിങ്ങൾ ഒരു ചലഞ്ചായിരുന്നു. അത് എങ്ങനെയാണ് അത് തരണം ചെയ്തത്? അത് സോഷ്യൽ മീഡിയയിലെ നാഗസൈരന്ധ്രി ദേവി എന്ന വ്യക്തിയുടെ റെപ്രസെൻറ്റേഷൻ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് തുടക്കം. എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഒരു വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ആളാണ്. അപ്പോൾ അവർ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആരെയാണ് ഇവർ ചീത്ത വിളിക്കുന്നതെന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടേതല്ലാത്ത രീതിയിൽ അതിൽ നിന്നൊരു അബറേഷൻ, ഒരു വ്യതിരിക്തതയോടുകൂടി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സമൂഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ആൾക്കാർ അതിനെ കമൻറ്റ് ചെയ്യുന്നു. അതിനെതിരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ ഇവർ ആദ്യമേ കയറി ആരെയും ചീത്ത വിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, നമ്മളിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ രീതിയിലാണ്. പക്ഷേ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ,
ഇതിനെ ഈ പുള്ളിക്കാർ തെറി വിളിക്കുന്നതിനെ മാത്രം എടുത്തു വെച്ചിട്ട് ആൾക്കാർ വേറൊരു ട്രോൾ മെറ്റീരിയൽ ഉണ്ടാക്കുന്നു. ആ രീതിയിൽ അങ്ങനെ ഒരു തെറിവിളിക്കാരിയായിട്ട് സമൂഹം തന്നെ മാറ്റിയെന്ന ഒരു സംഗതി. പക്ഷെ നമ്മൾ അവരെ സമീപിക്കുമ്പോൾ ഇതിനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവരുടെ ഒരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് സിനിമ പോകുന്നത്. കാര്യം ചില ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു സംഗതി ആവുന്ന സമയത്ത് നമ്മളതിൻ്റെ ഫൺ ആസ്പെക്റ്റ് അല്ല നമ്മളത് നോക്കുന്നത്. അവരുടെ പ്രസൻറ്റേഷനിൽ അവർ വലിയൊരു പെർഫോമറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവം, അവരുടെ ഒരു ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, ജസ്റ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ, അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു ഫാൻ അഭിനയിക്കുന്നതല്ല, അവർ ജീവിക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന 2 ദിവസങ്ങൾ അവരോട് സംസാരിക്കുന്നു. അതൊക്കെയാണ് സിനിമയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോയാലൊക്കെ കാഴ്ചയെ അത് ബാധിക്കും. പിന്നീട് നിങ്ങൾ കാണുന്ന സമയത്ത് അതൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ തന്നെ അതൊരു പെർഫോമൻസിൻ്റെ ലെവലിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത്രയും പോപ്പുലർ ആവാനും കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ ജസ്റ്റ് സംസാരിക്കുന്നു, അതിൽ തന്നെ ഒരു കലാകാരൻ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഗ്രേസ് അവരുടെ പെർഫോമൻസിൽ നമ്മൾ ഈ എഡിറ്റിങ്ങിലൊക്കെ ആവർത്തിച്ച് കാണുമല്ലോ. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വെറുതെ സംസാരിക്കുമ്പോഴും പോലും ആ ഒരു ഗ്രേസ്ഫുൾ ഒരു പെർഫോമൻസ് അവരുടെ നോർമൽ സംസാരത്തിൽ തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടൊക്കെ കണ്ടെത്തിയത്? ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ സുഹൃത്തുക്കളെ മെസ്സേജുകൾ വഴിയൊക്കെ ക്രൗഡ് ഫണ്ടിങ്ങിന് സമീപിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ആദ്യ സിനിമ കൊണ്ട് തന്നെ തുടങ്ങിയത്. കഴിഞ്ഞ സിനിമ മാത്രമാണ് ഒരു ക്രൗഡ് ഫണ്ടിങ് ഒരു മെത്തേഡിലൂടെ തുടങ്ങുകയും ഇടയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഇന്നാവുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയെ ബേസ് ചെയ്ത സിനിമയായിരുന്നു. അത് ഇപ്പോൾ ഫെസ്റ്റിവലുകളിലൊക്കെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറയുന്ന, സ്വതന്ത്ര സിനിമ എന്ന് പറയുന്ന വിഭാഗം അതാണ്. കാര്യം എന്ന് വെച്ചാൽ മൂലധനത്തിൽ നിന്ന് സിനിമ സ്വതന്ത്രമാകുന്നു. ഒരു ഒറ്റ പ്രൊഡ്യൂസർ വരാതെ നമ്മുടെ ജനകീയമായ മുതൽ മുടക്കിൽ സിനിമയുണ്ട്. പണ്ട് ജോൺ അബ്രഹാമൊക്കെ, ഇപ്പോൾ ജോൺ അബ്രഹാമിൻ്റെ സിനിമ ഇപ്പോൾ ക്യാനിലൊക്കെ പോകുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ജോൺ അബ്രഹാമൊക്കെ അങ്ങനെയായിരുന്നു അമ്മ അറിയാനൊക്കെ നിർമ്മിച്ചത്. ജനങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് മേക്കിങ്ങിൽ കൂടെ അങ്ങനെ ഒരു പൊളിറ്റിക്സ് വരികയാണ്. സിനിമ പൊളിറ്റിക്സ് പറയുന്നതിനോടൊപ്പം സിനിമ നിർമ്മിക്കുന്നത് ഒരു പൊളിറ്റിക്കലായ രീതിയിലൂടെയാണ്. അപ്പോൾ ഒറ്റ പ്രൊഡ്യൂസർ വന്ന് പ്രൊഡ്യൂസറുടെ കൺട്രോളിലാകാതെ കുറേ ആൾക്കാരിലുണ്ട്, സമൂഹത്തിൻ്റെ ജനങ്ങളുടെ സിനിമ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് ഞാനും പിന്തുടരുന്നത്. കാര്യം വെച്ചാൽ ഈ ഒരു കലാകാരന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ഈ മൂലധനത്തിൻ്റെ ഒരു ഹോൾഡ് വരുന്നതോടുകൂടി അത് കുറേ കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് അത് തിയററ്റിക്കലി ഞാൻ പണ്ട് മനസ്സിലാക്കിയിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രൂവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ അങ്ങനെയാണ് സിനിമ ഉണ്ടാക്കുന്നത്. ആൾക്കാരിൽ നിന്ന് പൈസ സ്വരൂപിച്ച് ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് ഇതും പൂർത്തിയാക്കിയത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ്? ഇതിൻ്റെ കൂടുതൽ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇതിലെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത് ഷാജി എ ജോൺ എന്ന് പറയുന്ന എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ റിഷാക്കാണ്. ക്യാമറ അസിസ്റ്റൻറ്റും സൗണ്ട് റെക്കോർഡിസ്റ്റും ശ്യാം ശങ്കർ. പിന്നെ ഇതിൻ്റെ ഡിസൈൻസ്, പോസ്റ്റർ ഡിസൈൻസ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ശരൺ മോഹൻ. പിന്നെ എഡിറ്റിങ് കൃഷ്ണഗോപൻ, പിന്നെ ഹരിഗീത സദാശിവൻ, പിന്നെ റോബിൻ റോയ് എന്ന് പറയുന്ന 3 ആൾക്കാരാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഇല്ലസ്ട്രേഷൻസ് നമ്മുടെ ഈ മറ്റ് കഥകൾ പറയുന്നതിൻ്റെ ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന ഒരു സെക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ അതിൽ 5 കഥകൾ 5 കലാകാരന്മാരാണ് അത് വരച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി, ഷമ്മി, അനീഷ് സൊണാലി, പിന്നെ ശരത്ത്, ആദർശ്, ഇങ്ങനെയുള്ള 5 ആൾക്കാർ. ഇത്രയും ആൾക്കാർ ചേർന്നാണ് ഇതിൻ്റെ ഒരു ക്രൂ. പിന്നെ ഇതിൻ്റെ PR ചെയ്യുന്നത് AS ദിനേശ് ആണ്. പിന്നെ ഇതിൻ്റെ ഫെസ്റ്റിവൽ പ്രോഗ്രാം ചെയ്യുന്നത് ആർട്ട് ബുക്ക് സിനിമ എന്ന് പറയുന്ന ഒരു കളക്റ്റീവാണ്. IFFK ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ വേദികളിൽ താങ്കളുടെ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെ, ഞാൻ 4 സിനിമ, ഇതും കൂടെ ചേർത്ത് 4ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 2ാമത്തെ സിനിമ മായുന്നു മാറി വരുന്ന നിശ്വാസങ്ങളിൽ 2024 IFFKയിൽ പ്രീമിയർ ചെയ്തതാണ്. അതിന് മുമ്പ് ചെയ്ത സിനിമ അധികം വേദികളിൽ അങ്ങനെ എത്തിക്കാൻ പറ്റില്ല. പക്ഷേ അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആലോകം എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ പേര്. റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറയുന്ന കവിയുടെ 5 കവിതകളെ ബേസ് ചെയ്താണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമ കഴിഞ്ഞ മാസമാണത് മോസ്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് അത് ഇൻ്റർനാഷണൽ പ്രീമിയർ ചെയ്തത്. അതിൽ ഔസേപ്പച്ചൻ സാറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ കവിത ഞാൻ നേരത്തെ പറഞ്ഞു, വൈലോപ്പിള്ളിയുടെ കവിതയെ ബേസ് ചെയ്ത്, കൃഷ്ണാഷ്ടമി എന്ന കവിതയെ ബേസ് ചെയ്താണ് ആ സിനിമ ഉണ്ടായിരിക്കുന്നത്. ജിയോ ബേബിയാണ് ഡയറക്ടർ അതിൽ മുഖ്യ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഇപ്പം സോഷ്യൽ സമയിലോട്ട് വന്നാലും നമ്മൾ അങ്ങനെയുള്ള ആദ്യ ഒരു വർഷം പ്രമുഖങ്ങളായിട്ടുള്ള ഫെസ്റ്റിവലുകളെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തോളം ഇങ്ങനെ ഫെസ്റ്റിവലുകൾക്ക് അയക്കുക,
അതിനുശേഷം പബ്ലിക് പ്ലാറ്റ്ഫോംസിലോട്ട് എല്ലാവർക്കും ഓപ്പണായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സിനിമ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ സമാന്തര സിനിമകൾ പുറത്തിറക്കി ശ്രദ്ധേയനായ യുവ സംവിധായകനാണ് ഡോക്ടർ അഭിലാഷ് ബാബു. ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഒരു പുതിയ സിനിമയാണ് പുറത്തിറക്കുന്നത്. നാഗസൈരന്ധ്രി ദേവി എന്ന സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ട് വ്യത്യസ്തമായൊരു കഥ പറയുകയാണ്. ഏവരും ആകാംക്ഷയോടെ സോഷ്യൽ സ്വാമി എന്ന സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.